الله أكبر الله أكبر الله أكبر الله. ഈ മധുര ബാങ്കുലി തൊലിയും ആത്മാവും മാത്രം അവശേഷിക്കുന്ന ഈ എല്ലിൻ കൂടിൽ നിന്നുമാണ് ഉയരുന്നത്. ഗസയിൽ വിശപ്പിലും രോഗത്തിലും ജീവൻ പൊലിയുന്ന കുഞ്ഞുങ്ങളുടെ കഥകൾ വാർത്തയല്ലാത്ത വിധം സാധാരണയായി മാറിയതാണ് ലോകം ഇപ്പോൾ നിസ്സഹായതയോടെ നോക്കിക്കാണുന്നത്. അതിനിടെ മുതിർന്നവരും പ്രായമായവരും പട്ടിണിയും വിശപ്പും രോഗവും മൂലം കരിഞ്ഞുണങ്ങുന്നുണ്ട്, ദിനം പ്രതി മരിച്ചു വീഴുന്നുണ്ട്. അത്തരത്തിൽ വിശപ്പ് തിന്ന് അക്ഷരാർത്ഥത്തിൽ എല്ലും തോലുമായ സലീം ഉസ്ഫൂറിന്റെ കരളലിയിപ്പിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ ലോകം കണ്ടതാണ്. അബസാൻ ഗ്രാമത്തിൽ മുഅദ്ദിനായിരുന്നു 85-കാരൻ സലീം. കിഴക്കൻ ഖാൻ യൂനിസിൽ നിന്ന് പലായനം ചെയ്ത് പടിഞ്ഞാറൻ ഖാൻ യൂനിസിൽ അഭയം തേടിയെത്തിയ സലീം 3 മാസമായി ഉണക്കറൊട്ടി കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. മുൻപ് 75 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ടായിരുന്ന സലീമിനിപ്പോൾ 40 കിലോ മാത്രമാണ് ഭാരം. ഈ ദയനീയ ദൃശ്യം കണ്ടാണ് UAE-യുടെ ദുരിതാശ്വാസ പ്രവർത്തകർ സലീമിനെ തേടി ഗസ മുനമ്പിലെ താൽക്കാലിക ടെന്റിലെത്തിയത്. എല്ലും തോലുമായി തീർത്തും അവശനിലയിലായ സലീം ഉസ്ഫൂറിന് ദുരിതാശ്വാസ പ്രവർത്തകർ ഭക്ഷണ കിറ്റുകൾ കൊണ്ടു നൽകി. ആ സ്നേഹപ്പൊതിയിൽ നിറയെ പഴങ്ങളും പച്ചക്കറികളും റൊട്ടിക്കുള്ള മാവും എണ്ണയുമെല്ലാം ഉണ്ടായിരുന്നു. ആശ്വാസത്തോടെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയ സലീം തന്റെ ജീവൻ രക്ഷിക്കാനെത്തിയ ഇമാറാത്തിനോടും ഭരണാധികാരികളോടുമുള്ള നന്ദിയും മറച്ചുവെച്ചില്ല. وعائلته وإلى الشعب الإمارات أوجه إليهم الشكر والاحترام وبارك الله فيك يا شيخ محمد بن زايد وفي شعب. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച സലീം ഗസയിൽ യുദ്ധം ബാക്കി വെച്ച ദുരിതത്തിന്റെ നേർസാക്ഷ്യമാണ്. ഗസ മുനമ്പിലെ ടെന്റുകളിൽ ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കുന്ന 10,000-ങ്ങളിൽ ഒരാൾ മാത്രം.